മക്കളെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണോ? ആണോ? നമുക്ക് നോക്കാം. നമുക്കൊന്ന് ഈ കാണുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. സോ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിൽ വരുന്ന 7 രാജ്യങ്ങളെ ചേർത്താണ് നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 7 രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പിന്നെ മാൽദീവ്സ്. ഓക്കെ, ഈ 7 രാജ്യങ്ങളെ ചേർത്താണ് നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു. ദെൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തി ഹിമാലയം, തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഈസ്റ്റേൺ ബൗണ്ടറി വന്നിട്ട് ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാഞ്ചൽ, ഇവിടെ ഇങ്ങനെ ഒരു പർവ്വതങ്ങളുണ്ട്. ദെൻ വെസ്റ്റേൺ ബൗണ്ടറി ഇവിടെ ഈ കാണുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് ആയ ഹിന്ദുക്കുഷ് ആണ്. ഓക്കെ, ഞാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം കന്യാകുമാരിയാണ് ഇന്ത്യൻ സബ് കോണ്ടിന്റെ സൗത്ത് മോസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ആൻസർ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഏതാ നല്ല ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഒന്ന് ആൻസർ അറിയാമെങ്കിൽ താഴെ കമന്റ് ഇട്ടെ. ക്വസ്റ്റ്യൻ മറക്കണ്ട, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ഏതാണ്? ഓക്കെ, പിന്നെ ആനമുടി ആൻസർ വേണ്ട, അതല്ല കേട്ടോ ആൻസർ.